കാലഗതിയിൽ ആചാരങ്ങളും മിത്തുകളുമൊക്കെ ചരിത്രമാകുമ്പോൾ തനതായ ആചാരങ്ങളെ കൈവിടാൻ ക്നാനായ സമുദായം തയ്യാറല്ല. ചന്തം ചാർത്തലും ഇച്ചപ്പാട് കൊടുക്കലുമൊക്കെയായി അനുഷ്ഠാന സമൃദ്ധമാണ് ക്നാനായ വിവാഹങ്ങൾ. മേലുള്ള മാളവരോട് ചോദിക്കുന്നു, ചെറുക്കന് ചന്തം ചാർത്തട്ടെ. കേട്ടല്ലോ 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 17 പരിശകൾക്ക് മേലുള്ള മാളവരോട് ചോദിക്കുന്നു, മണവാള ചെറുക്കന് ചന്തം ചാർത്തട്ടെ. ക്ഷുരകപരികർമ്മി വിവാഹപന്തലിൽ കൂടിയിരിക്കുന്ന മണവാളന്റെ ബന്ധുക്കളോട് അനുവാദം ചോദിക്കുകയാണ്. പരികർമ്മി ചോദ്യം 3 ആവർത്തിക്കുമ്പോൾ മാത്രമാണ് ബന്ധുക്കൾ പരികർമ്മിയുടെ വാക്കുകൾ കേൾക്കുക. ഇത് ചന്തം ചാർത്തൽ. വിവാഹത്തലേന്ന് മണവാളനെ സുന്ദരനാക്കുന്ന ചടങ്ങാണ് ചന്തം ചാർത്തൽ. സ്വർഗത്തിൽ നടക്കുന്ന മംഗളമുഹൂർത്തത്തിന് കാരണവന്മാർ നേരുന്ന നന്മയാണ് ഇച്ചപ്പാട് കൊടുക്കൽ. വിവാഹശേഷം വധൂവരന്മാരുടെ ഇച്ഛ പോലെ വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രാർത്ഥനാനിർഭരമായ ആശംസയാണ് ഇച്ചപ്പാട് കൊടുക്കൽ. മണവാളന്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് സമാന്തരമായി തന്നെ വധുവിനെ മൈലാഞ്ചി അണിയിച്ച് ഇച്ചപ്പാട് കൊടുക്കുന്ന ചടങ്ങ് വധൂഗൃഹത്തിലും നടക്കുന്നുണ്ടാകും. വിവാഹശേഷം പള്ളിമുറ്റത്ത് വെച്ചുള്ള ചടങ്ങാണ് നടവിളി. വധുവിന്റെ അമ്മയുടെ അവകാശമാണ് വാഴുപിടുത്തം. മകൾക്കും മരുമകനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്ന വൈകാരികമായ ചടങ്ങാണ് വാഴുപിടുത്തം. ഈ ആചാരങ്ങൾക്കൊക്കെയും ആഴത്തിലിറങ്ങിയ വേരുകളുടെ സ്ഥൈര്യമുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പറയുന്നു. ആചാരങ്ങൾ എന്ന് പറയുന്നത് ആ സമുദായത്തെ നിലനിർത്തുന്ന ശക്തി പകരുന്ന ഒന്നാണ്. ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ പോലെയാണ് ഒരു സമുദായത്തിൻ്റെ ആചാരങ്ങൾ. ആ ആചാരങ്ങളിൽ നിന്ന് ആ സമുദായം അതിൻ്റെ പൈതൃകം നിലനിർത്തി വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആചാരങ്ങളെ സജീവമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്നത്. കച്ചതഴുകലും നെല്ലും നീരും കൊടുക്കലും പാലും പഴവും കൊടുക്കലുമെല്ലാം ക്നാനായ വിവാഹങ്ങളെ സവിശേഷമാക്കുന്നുണ്ട്. AD 345 ക്നായിത്തോമ തുടങ്ങിവെച്ച ആചാരാനുഷ്ഠാനങ്ങളെ ക്നാനായ സമുദായം ഇന്നും അതേ തീവ്രതയോടെ കാത്തുസൂക്ഷിക്കുന്നു. ജീവൻ ന്യൂസ്, കോട്ടയം.